നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നേരിടുന്ന ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നിലെയും പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വ്യായാമമില്ലാത്ത ജീവിതശൈലിയാണ്. വിദഗ്ധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറെ നേരം ഇരിക്കുന്നത് പുകവലിയോളം തന്നെ ദോഷകരമാണ് എന്നാണ്. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഹൃദയാരോഗ്യത്തിന് വ്യായാമം എത്രമാത്രം പ്രധാനമാണ് എന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വിദഗ്ധരുടെ ഒരു പാനൽ നമുക്കൊപ്പമുണ്ട്. കോട്ടയം കാരിത്താസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോബി കെ തോമസ്, തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മുസ്ന പി ജെ, കൊച്ചി ഹൃദയ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രഞ്ജുകുമാർ ബി സി എന്നിവരാണുള്ളത്. 3 ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ ജോബി, ആദ്യം തന്നെ ഡോക്ടർ, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ദീർഘനേരം ഇരിക്കുക, അലസമായിരിക്കുക, അല്ലെങ്കിൽ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുക, ഇവയൊക്കെ പുകവലിയോളം തന്നെ ദോഷം ചെയ്യുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരിട്ട് ടോക്സിൻസ് ബോഡിയിലേക്ക് കയറുന്നില്ലെങ്കിലും നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ, നമ്മുടെ ഇപ്പോഴത്തെ മിക്കവരുടെയും ജോലി കുറേ നേരം ഇരുന്നുള്ള ജോലിയാണ്. IT പ്രൊഫഷണൽസ് ആവാം, ഡോക്ടേഴ്സ് ആവാം, ഞങ്ങളുടെ ജോലി തന്നെയാവാം. കുറേ നേരം OP ഇരിക്കുന്നു, അല്ല ഓഫീസ് വർക്കേഴ്സ്. നമ്മൾ ഒരേ ഇരിപ്പിങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ചേഞ്ച് ചെയ്യും. മെറ്റബോളിസം ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഷുഗർ കൂടാനും BP കൂടാനും നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ ലെവലുകൾക്ക് വ്യതിയാനം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പം കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ മെറ്റബോളിസം ചേഞ്ച് കാരണം നമുക്ക് ഹൃദ്രോഗങ്ങളും അനുബന്ധമായ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അത് ഏറെക്കുറെ സ്മോക്ക് ചെയ്യുന്ന ആൾക്ക് എന്തോരം ഒരു കാർഡിയാക് റിസ്ക് ഉണ്ടോ, തത്തുല്യമായ റിസ്ക് തന്നെയാണ് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം നമുക്കുണ്ടാകുന്ന ഹൃദ്രോഗ സാധ്യത. അതുകൊണ്ടാണ് സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് മിക്കപ്പോഴും നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 40 മിനിറ്റ്സ് വ്യായാമം ചെയ്യാനാണ് മിക്കപ്പോഴും പറയുക. ഈ ഒരാൾ ഒരു 40 മിനിറ്റ്സ് വ്യായാമം ചെയ്യുകയും 8 മണിക്കൂർ അടുപ്പിച്ച് ഇരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ മിക്കപ്പോഴും ഈ വ്യായാമത്തിൻ്റെ ഗുണം നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരേ ഇരിപ്പ് അവോയ്ഡ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് എവറി 1 hour ഒരു ഗോ ഫോർ എ 5 to 10 minutes വാക്ക്, അതായിരിക്കും നല്ലത്. നമ്മൾ ഒരേ ഇരിപ്പിരിക്കുമ്പം നമ്മുടെ ഹാർട്ട് ഈസ് ഗെറ്റിംഗ് യൂസ് ടു വെരി ലോ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ അധികം വർക്ക് ചെയ്യാത്ത ലെവലിലേക്ക് ഹാർട്ട് ട്യൂൺഡ് ആവും. അപ്പോൾ നമ്മൾ പിന്നീട് വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സേർട്ട് ചെയ്യുമ്പോഴോ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് പെട്ടെന്ന് കൂടുകയും ഹാർട്ട് സ്ട്രെസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കൂടാനും ഹാർട്ടിൻ്റെ ആരോഗ്യം മോശമാവാനും സാധ്യതയുണ്ട്. അപ്പം ഒരേ ഇരിപ്പ് ഉള്ള ജോലി അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് എവരി 1 hour കൂടുമ്പം ഒരു 5 to 10 minutes സ്ട്രെച്ച് ചെയ്യുകയോ നടക്കാൻ പോവുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. വ്യക്തമാണ്. ഡോക്ടർ മുസ്ന മാം, ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് കൃത്യമായി ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തെല്ലാമാണ്? പലതരത്തിലുള്ള വ്യായാമങ്ങളും പലതരത്തിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്പീഡിലുള്ള നടത്തം അഥവാ ബ്രിസ്ക് വാക്കിംഗ്, ജോഗിംഗ് തുടങ്ങിയ എക്സസൈസ് ഒക്കെ സ്റ്റാമിന കൂട്ടാൻ സഹായിക്കും. പിന്നെ യോഗ പോലുള്ള എക്സസൈസസ് സ്ട്രെസ് കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കും. പിന്നെ ഉള്ളതാണ് റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതായത് പുഷപ്സ്, സ്ക്വാറ്റിംഗ്, ചെറിയ ചെറിയ വെയിറ്റ് ലിഫ്റ്റിംഗ്. ഇതൊക്കെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂട്ടാനും പിന്നെ ഫാറ്റ് ബേൺ ചെയ്യാൻ, അതായത് കൊഴുപ്പ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും. വളരെ ബിസി ആയിട്ടുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ ഇടവേളകളിലുള്ള ഹിറ്റ് ട്രെയിനിങ്, അതായത് ഹൈ ഇന്റൻസിറ്റി ഇന്റർമീഡിയറ്റ് ട്രെയിനിങ് പരീക്ഷിക്കാം. പിന്നെ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് ഈസ് എയറോബിക് എക്സസൈസ്, അതായത് അതൊക്കെയാണ് ഈ ബ്രിസ്ക് വാക്കിംഗ്, സൈക്ലിംഗ്, ജോഗിംഗ് മുതലായ എക്സസൈസ്. അത് ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൽ 30 മുതൽ 60 മിനിറ്റ് വരെ അത് ചെയ്യണം. അത് ആഴ്ചയിൽ ഒരു 5 ദിവസം വരെ അത് ചെയ്യാൻ ട്രൈ ചെയ്യണം. ആഴ്ചയിൽ ഒരു 150 മുതൽ 180 മിനിറ്റ് വരെ ഇതുപോലുള്ള എയറോബിക് എക്സസൈസ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് ഇതുപോലുള്ള സ്ക്വാറ്റിംഗ്, വെയിറ്റ് ലിഫ്റ്റിംഗ്, പുഷപ്സ്, പ്ലാങ്ക്സ്, ഇതുപോലുള്ള എക്സസൈസ് എല്ലാം നമ്മൾ എക്സസൈസിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു 3-4 തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പെസിഫിക്കലി ഇതുപോലുള്ള ഫിറ്റ്നസ് കുറവായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ 50 വയസ്സിന് മേലെയുള്ള ആളുകൾ, അവരൊക്കെ ചെറിയ രീതിയിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പതുക്കെ വരാവുന്നതാണ്. അതായത് ഒരു ദിവസം ഒരു 10 മിനിറ്റ് രാവിലെ നടക്കുക, വൈകിട്ട് നടക്കുക, പിന്നെ അത് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു 40 മുതൽ 60 മിനിറ്റ് വരെ ഒരു ദിവസം നടക്കാൻ ശ്രമിക്കുക. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു 3-5 ദിവസങ്ങളെങ്കിലും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ
15 മിനിറ്റിൽ 1 കിലോമീറ്റർ കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് 30 മിനിറ്റിൽ 2 കിലോമീറ്റർ എങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ നടക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മൾ നടക്കുമ്പോൾ ശ്വാസഗതി കുറച്ച് സ്പീഡിലാവണം, കുറച്ച് വേർക്കണം. പക്ഷെ എന്നാലും നമുക്ക് സംസാരിക്കാൻ കഴിയണം. മറ്റുള്ളവരോട് കൂടെയുള്ളവരോട് സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ശ്വാസം എടുക്കാൻ പറ്റണം. നമ്മൾ ഒരുപാട് ശ്വാസം മുട്ട് വരുന്ന രീതിയിൽ നടക്കരുത്. ഡോക്ടർ രഞ്ജുകുമാർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ വ്യായാമം കൊണ്ട് നമ്മുടെ രക്തസമ്മർദ്ദം, ഇപ്പോൾ മരുന്നുകൾ പോലെ തന്നെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്നതിന് വ്യായാമം എത്രത്തോളം സഹായകമാണ്? തീർച്ചയായും മരുന്ന് പോലെ തന്നെ വ്യായാമം കൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് വ്യായാമം, യോഗ, ഇതിന്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. മരുന്നുകൾ കൊണ്ടാണെങ്കിൽ നമുക്കൊരു 15 മുതൽ 20 മില്ലിമീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ എക്സസൈസ് കൊണ്ട് നമുക്കൊരു 5 മുതൽ 7 മില്ലിമീറ്റർ വരെ ബ്ലഡ് പ്രഷർ റിഡക്ഷൻ പോസിബിൾ ആണ്. അപ്പൊ ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് റെഗുലർ എക്സസൈസ് ആണ്. അതായത് എല്ലാ ദിവസവും 30 to 40 മിനിറ്റ്സ്, അത് ആഴ്ചയിൽ 6 ദിവസമെങ്കിലും ചെയ്യാം. അപ്പൊ ഒരാഴ്ച എടുക്കുമ്പം മിനിമം 150 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് വേണം. എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് ആണ് എപ്പോഴും ഏറ്റവും നല്ലത്. ഡോക്ടർ ജോബി, ഡോക്ടർ, നമുക്കറിയാം വ്യായാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് വ്യായാമം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്നത്? ഡോക്ടർ രഞ്ജു പറഞ്ഞ പോലെ തന്നെ വ്യായാമം നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഭയങ്കര വേണ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ആസ് ഹ്യൂമൻസ് നമ്മൾ ഇവോൾവ് ചെയ്തിരിക്കുന്നത് ആസ് ഹണ്ടർ ഗ്യാദറേഴ്സ് ആണ്. എപ്പോഴും നമ്മൾ വേട്ടയാടിയും അല്ലെങ്കിൽ ഫുഡ് ഗ്യാദർ ചെയ്ത് ജീവിച്ച ആൾക്കാരാണ്. വി വർ ഓൾവേസ് ഓൺ ദ മൂവ്, എപ്പോഴും നടന്ന് ഓടി ജീവിച്ച ആൾക്കാരാണ്. നമ്മൾ ഇവല്യൂഷണറി അങ്ങനെയാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇരുന്നുള്ള ജോലിയിലേക്ക് പോകുമ്പം നാച്ചുറലി വ്യായാമം കുറയും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ മോസ്റ്റ്ലി നമ്മുടെ കാർബോഹൈഡ്രേറ്റ് പോലത്തെ ഫുഡ് അത് നമ്മളെ ബേൺ ചെയ്യത്തില്ല. ബേൺ ചെയ്യാതെ വരുമ്പം അത് ട്രൈഗ്ലിസറൈഡ്സ് പോലെ കൊഴുപ്പായിട്ട് മാറും. നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ സെക്രീഷൻ കൂടേണ്ടി വരും ഈ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ലിവർ കൂടുതൽ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ അപ്പം കൊളസ്ട്രോൾ കൂടുമ്പം, ഷുഗർ കൂടുമ്പം ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടും. വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ രക്തക്കുഴലിന്റെ ഫ്ലെക്സിബിലിറ്റി, അതിന്റെ ഒരു എല്ലാ ബ്ലഡ് വെസൽസിനും ഒരു എൻഡോത്തീലിയം എന്ന കവറിംഗ് ഉണ്ട്. ആ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ മോശമാവും. അപ്പം രക്തക്കുഴലിന് വികസിക്കാനും ചുരുങ്ങാനുള്ള കഴിവ് കുറയും. അത് കുറയുമ്പോൾ രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞു കൂടാനും ബ്ലോക്ക് വരാനും ചാൻസ് കൂടും. അപ്പം വ്യായാമം ഭയങ്കരമായിട്ടും നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ ഒരു കാര്യമാണ്. ഡോക്ടർ മുസ്ന, പലപ്പോഴും നമ്മുടെ വീടുകളിലുള്ള അമ്മമാരോടൊക്കെ നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവർ പൊതുവേ പറയുന്നത് ഈ വീട്ടിനകത്തുള്ള ജോലികളുടെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് നടക്കുന്നുണ്ട്, രാവിലെ മുതൽ നടപ്പാണ്, അപ്പോൾ പിന്നീട് വീണ്ടും ഞാൻ നടക്കാൻ വേണ്ടി എക്സസൈസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, വീട്ടിനകത്ത് തന്നെ എന്തുമാത്രം നടക്കണമെന്ന് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ അത് അമ്മമാർ മാത്രമല്ല, ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ജോലിയുടെ ഭാഗമായിട്ട് ഓഫീസുകളിലും ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ നിന്നും നമ്മുടെ വ്യായാമം എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? സഹായിക്കും, പക്ഷെ ഒരു പരിധിവരെ മാത്രമേ അത് സഹായിക്കുള്ളൂ. ഇതുപോലത്തെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സസൈസ്, അതായത് മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ്, ബ്രിസ്ക് വാക്കിംഗ്, സൈക്ലിംഗ്, ജോഗിംഗ്, ഇതൊക്കെയാണ് കൂടുതൽ ഗുണം തരുന്നത്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ഒരു 30 മിനിറ്റ് എങ്കിലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ടൈം കണ്ടെത്തണം എന്നാണ്. അതുപോലെ 5 ദിവസമെങ്കിലും ആഴ്ചയിൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. അത് ദിവസം ഒരു അരമണിക്കൂർ സ്പീഡിൽ നടന്നാല് നമുക്ക് കൂടുതൽ കാലം ജീവിക്കാം. ഡോക്ടർ രഞ്ജു, സിറപ്പ് സൂചിപ്പിച്ചതിൽ നിന്ന് മറ്റൊരു കാര്യമാണ് കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ. നമ്മൾ ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരെല്ലാവരും കൺസേൺഡ് ആയിരിക്കും. ഇപ്പോൾ നല്ല കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കൃത്യമായി നിയന്ത്രിച്ചു പോകുന്നതിനും വ്യായാമം എത്രത്തോളം സഹായം ചെയ്യും? ഏറ്റവും പ്രധാനം വെച്ചാല് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിലെ കുറച്ച് എൻസൈംസ് ഒക്കെ ആക്ടിവേറ്റഡ് ആവും. അപ്പൊ അത് HDL ലെവൽസ് കൂട്ടാനും ബാഡ് കൊളസ്ട്രോൾ ആയ LDL ലെവൽസ് കുറയ്ക്കാനും സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ട്രൈഗ്ലിസറൈഡ് ലെവൽസും അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം വ്യായാമത്തിലൂടെ നമ്മുടെ ലിവറിൽ ഉണ്ടാകുന്ന മെറ്റബോളിസം കുറച്ചും കൂടെ ആക്ടിവേറ്റഡ് ആവുകയും ലിവർ ചില എൻസൈംസ് സെക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ എൻസൈംസ് വഴി മെറ്റബോളിക് പാത്വേ ആക്ടിവേറ്റഡ് ആവുകയും അത് HDLന്റെ ലെവലിനെ കൂട്ടാനും LDLന്റെ ലെവലിനെ കുറയ്ക്കാനും സഹായിക്കും. ഇതാണ് ഏറ്റവും പ്രധാനമായും ഹൃദയ ആരോഗ്യത്തിന് എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നതിന്, കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന കാരണം.
ഡോക്ടർ ജോബി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനമായ മറ്റ് രണ്ട് കാര്യങ്ങളാണ് പ്രഷറിൻ്റെയും പ്രമേഹത്തിൻ്റെയും കാര്യം. നമുക്കറിയാം വളരെ ചെറുപ്പക്കാരിൽ പോലും ടൈപ്പ് 2 ഡയബറ്റീസ്, കുട്ടികളിൽ പോലും ടൈപ്പ് 2 ഡയബറ്റീസ് കണ്ടുവരുന്ന കാലമാണ്. അതുപോലെ തന്നെയാണ് രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദമുള്ള ആളുകളും നമുക്കിടയിൽ നിരവധിയുണ്ട്. അപ്പോൾ ഡോക്ടറെ, എത്തരത്തിലാണ് പ്രഷറും പ്രമേഹവും കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യായാമം വേണ്ടത്? താങ്കൾ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിലും നമ്മൾ ഒത്തിരി ഡയബറ്റീസും ഹൈ ബി പിയും കാണുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ ബേസിക് മെക്കാനിസം ഒബീസിറ്റിയാണ്. ഒബീസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും തടിയന്മാരായിരിക്കണമെന്നില്ല. അപ്പം ഇത് സംതിങ് കോൾഡ് സാർക്കോപിനിക് ഒബീസിറ്റി, അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അതായത് പൊതുവെ മസിൽ മാസ് കുറവായിരിക്കും, പക്ഷെ വയറ് ചാടിയിരിക്കും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേമാണ് നമുക്ക് വിസറൽ ഫാറ്റ് എന്ന് പറയും. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ചുറ്റുള്ള ഫാറ്റ്, ആ ഫാറ്റ് കൂടും. പൊതുവെ മസിൽസ് കുറവായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പം ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ ഹോർമോൺ ഡെഫിഷ്യൻസി ഇല്ല, മറിച്ച് ഇൻസുലിൻ ഹോർമോൺ ബോഡി കൂടുതലുള്ളത്, പക്ഷെ ബോഡി ഇൻസുലിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പം ഈ ഗ്ലൂക്കോസ് മസിലേക്ക് കയറത്തില്ല, അത് മെറ്റബോളൈസ് ചെയ്യപ്പെടത്തില്ല. അപ്പോൾ അത് അടിഞ്ഞുകൂടി നമുക്ക് അതിൻ്റെ ദൂഷ്യഫലമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈഗ്ലിസറൈഡ്സും അതിൻ്റെ സെക്കൻഡറി എഫക്റ്റ് ആയിട്ട് കൊളസ്ട്രോളും കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ആക്റ്റീവ് ആവും. അപ്പം നമ്മൾ അപ്പം നമ്മുടെ ഗ്ലൂട്ട് ഫോർ എന്ന് പറഞ്ഞ റിസപ്റ്റേഴ്സ് മസിൽസ് ആക്റ്റീവ് ആവും. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, ബോഡി ഇൻസുലിനോട് കൂടുതൽ പ്രതികരിക്കും. അപ്പം നമ്മുടെ ഡയബറ്റീസ് സാധ്യത കുറയാനും നമ്മൾ ഗ്ലൂക്കോസ് പ്രോപ്പർലി മെറ്റബോളൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അത് പറഞ്ഞ പോലെ നമ്മുടെ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വ്യായാമം ചെയ്യുമ്പോൾ മസിൽസ് ആണല്ലോ ആക്റ്റീവ് ആവുന്നത്. മസിൽസിലെ വളരെ ചെറിയ രക്തക്കൊള്ളുകൾ അത് വികസിക്കും. അപ്പം അതിൻ്റെ എൻഡോത്തീലിയൽ ഫംഗ്ഷൻ ബെറ്റർ ആവും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ രക്തക്കുഴലിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടും. അപ്പം ബി പി കുറയാൻ സഹായകമാകും. അപ്പം ഒത്തിരി വേറെ ഒത്തിരി കോംപ്ലക്സ് മെഡിക്കൽ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മസിൽസ് വഴിയാണ് നമ്മുടെ മേജർ മെറ്റബോളിസം നടക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കുറയുകയും ബി പി ഉണ്ടാവാനുള്ള ചാൻസ് കുറയുകയും ചെയ്യുന്നത്. അപ്പം ഒബ്വിയസ്ലി നമുക്ക് ഓരോരുത്തർക്കും പല വ്യായാമമായിരിക്കും ചെയ്യാൻ സാധിക്കുക ഓരോ ഏജിലും. അപ്പം യങ്സ്റ്റേഴ്സ് കൂടുതലും അവര് സ്പോർട്സിലൊക്കെ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുക. പ്രായമുള്ള ആൾക്കാർ നടക്കുകയായിരിക്കും ചെയ്യുക, അവർക്ക് ഓടാനും ഒന്നും പറ്റത്തില്ലായിരിക്കും. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മിക്കവർക്കും ഒരു 40-45 കഴിയുമ്പം മസിൽ മാസ് കുറച്ച് കുറയും. എല്ലാവരും സ്ട്രെസ് ചെയ്യുന്ന കാര്യം നടക്കുക, സ്വിം ചെയ്യുക എന്നൊക്കെയാണ്. നല്ല കാര്യമാണ്, നടക്കുകയും സ്വിം ചെയ്യുകയൊക്കെ വേണം. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് ചെയ്യണം. കാരണം ബോഡി ബിൽഡിങ്ങിലേക്ക് പോകണം എന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ ഉള്ള മസിൽസ് ലൂസ് ചെയ്യാതെയും കുറച്ച് മസിൽ ബിൽഡ് ചെയ്യാനും ശ്രമിക്കണം. കാരണം അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ മെറ്റബോളിസം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മസിൽ ബിൽഡിംഗ് എക്സസൈസും ഒരു 40 years കഴിഞ്ഞ ആൾക്കാർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ മുസ്ന, വ്യായാമത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പൊതുവെയുള്ള പരാതിയാണ്. അത്തരം ആളുകളോട് എന്താണ് ഡോക്ടർക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ? സമയം കണ്ടെത്താൻ കഴിയാത്തവർക്ക് ചെറിയ ഇടവേളകളിൽ കുറച്ച് തവണകളായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് 30 മിനിറ്റ് അടുപ്പിച്ച് സമയം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ 10 മിനിറ്റ് 3 തവണകളായിട്ട് അവർക്ക് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോൺ വിളിക്കുമ്പോൾ നടക്കാം, ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർ കേസ് യൂസ് ചെയ്യാം. പിന്നെ വർക്ക് ചെയ്യുന്ന ടേബിളിന്റെ അടുത്തിരുന്ന് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാം. പിന്നെ ഇതുപോലുള്ള ചെറിയ ഹാബിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ ഉള്ള ചെറിയ ഹാബിറ്റ്സ് ഒബിസിറ്റി, പ്രീ ഡയബറ്റീസ് ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. തുടർന്നു, ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കാൻ വ്യായാമം എത്രത്തോളം പ്രധാനമാണ് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വിദഗ്ധരുടെ ഒരു പാനൽ നമുക്കൊപ്പമുണ്ട്. കോട്ടയം കാരിത്താസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോബി കെ തോമസ്, തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മുസ്ന PJ, കൊച്ചി ഹൃദയ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രഞ്ജുകുമാർ BC എന്നിവരാണ്. ഡോക്ടർ രഞ്ജുകുമാർ, ഇപ്പോൾ നേരത്തെ തന്നെ ഹൃദ്രോഗമുള്ള ഒരു വ്യക്തിക്ക് എക്സസൈസ് എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുക? എത്രത്തോളം സേഫാണ്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ച് ഇപ്പോൾ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ. പല ഹൃദ്രോഗത്തിന്റെ തോത് പല ആൾക്കാരിലും പല രീതിയിലായിരിക്കും. ചില ആൾക്കാർക്ക് സിവിയർ ഹാർട്ട് ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം. പമ്പിങ് ഫെയിലിയർ ഉള്ള രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയ ലോ ലെവൽ എക്സസൈസ് മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം സപ്പോസ് LVEF എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. അത് 30% കുറവുള്ള രോഗികളാണെങ്കിൽ അവർ വളരെ സ്ലോ ആയിട്ട് ഒരു 10 minutes 20 minutes സ്ലോ ആയിട്ട് നടക്കുക എന്നുള്ളതാണ് അഭികാമ്യം. അതേസമയം പമ്പിങ്ങിന് വലിയ കുഴപ്പമില്ല. പമ്പിങ് ഇടത്തരം പമ്പിങ് അല്ലെങ്കിൽ മൈൽഡ് ഡിസ്ഫങ്ഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ
ഇന്റൻസിറ്റി കൂട്ടി നടക്കാവുന്നേ ഉള്ളൂ. പക്ഷെ പമ്പിങ് നോർമൽ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അതായത് ഹാർട്ടിന് അസുഖമുണ്ട്, പക്ഷെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, പമ്പിങ് നോർമലാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു നോർമൽ വ്യക്തി ചെയ്യുന്ന പോലെ തന്നെ എക്സസൈസുകൾ ചെയ്യാം. പക്ഷെ ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ആ എക്സസൈസ് പ്രോഗ്രാം ഡിസൈഡ് ചെയ്യാവുള്ളൂ. കാരണം വെച്ചാല് പമ്പിങ് നോർമൽ ആണെങ്കിലും പല രോഗികളുടെയും രോഗത്തിന്റെ തോത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ എപ്പോഴും കൺസൾട്ട് ചെയ്തിട്ട് എക്സസൈസ് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു അഡ്വൈസ് എപ്പോഴും എടുക്കണം. വ്യക്തമാണ്. ഡോക്ടർ ജോബി, വളരെ ഫിറ്റാണെന്ന് നമ്മൾ കാണുന്ന, കൃത്യമായ വ്യായാമമൊക്കെ ചെയ്യുന്ന വളരെ പ്രായം കുറഞ്ഞ യങ് ആയിട്ടുള്ള ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ വളരെയധികം സാധാരണമായി നമ്മൾ കേട്ടുവരുന്നു. ഡോക്ടറെ, എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കൃത്യമായ വ്യായാമത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് വ്യായാമം ചെയ്യുന്നതിനിടെയൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു? 2 മുഖ്യമായ കാരണങ്ങളാണുള്ളത്. നമ്മൾ ഈ എല്ലാ കൊഴിഞ്ഞു വീഴുന്ന മരണവും ഹാർട്ട് അറ്റാക്ക് ആയിരിക്കണമെന്നില്ല. അപ്പം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കുഴഞ്ഞു വീണ് മരിക്കാം, ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെയും കുഴഞ്ഞു വീണ് മരിക്കാം. നമ്മളത് കോമൺലി വി കോൾ SCD, സഡൻ കാർഡിയക് ഡെത്ത് എന്ന് പറയും. ഇതിന്റെ കോമൺ കോസ് ബ്ലോക്ക് തന്നെയാണ്. ബ്ലോക്ക് ഉണ്ടാവുന്നു, അറ്റാക്ക് വന്ന് മരിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അറ്റാക്ക് വന്ന് മരിക്കാനുള്ള കാരണം വ്യായാമക്കുറവും സ്മോക്കിങ്ങും ലൈഫ് സ്റ്റൈലും ഒക്കെയാണ്. അപ്പം അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്, ഉറക്കമില്ലാതെ വർക്ക് ചെയ്യുക, അപ്പം അതെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ഉണ്ടാവാൻ കാരണമാവാം. അങ്ങനെ ബ്ലോക്ക് വന്ന് നമുക്ക് പെട്ടെന്നൊരു മരണം സംഭവിക്കാം. ഈ ബ്ലോക്ക് ഇല്ലാതെയും ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് റിതം ഡിസ്റ്റർബൻസ് ഉണ്ടാവാം. ഹാർട്ടിന് നമുക്കറിയാമല്ലോ, ഹാർട്ട് ഒരു 70 to 100 per minute നമ്മൾ ബീറ്റ് ചെയ്യും. ഹാർട്ട് എല്ലാ മിനിറ്റിലും നമുക്കറിയാവുന്ന പോലെ ചിലർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഈ ഹാർട്ട് റിതം ചേഞ്ച് ചെയ്യാം. ഹാർട്ട് വളരെ സ്പീഡിൽ ഇടിക്കാം. ഇപ്പം അതൊരു 300 മുകളിലേക്ക് ഇടിക്കാം. ഞങ്ങളുടെ ഭാഷയിൽ VFib എന്നൊക്കെ പറയും. ചിലർക്ക് ജന്മനായുള്ള ചില ഹാർട്ടിലെ ചില മെംബ്രെയിനിലുള്ള പ്രോട്ടീൻസിന്റെ അബ്നോർമാലിറ്റി കൊണ്ടോ അല്ലെ ചില അയൺ ചാനൽസിന്റെ അബ്നോർമാലിറ്റി കൊണ്ടോ ഒക്കെ അത് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സിംറ്റം നേരത്തെ കാണത്തില്ല. അപ്പം പെട്ടെന്ന് അവർക്ക് ഹാർട്ട് റിതം ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് കുഴഞ്ഞു വീണ് മരിക്കാം. ചിലർക്ക് ഈ ഇങ്ങനത്തെ പ്രോട്ടീൻ അബ്നോർമാലിറ്റി ഒന്നും അല്ല ചാനൽ അബ്നോർമാലിറ്റി ഒന്നും കാണത്തില്ല. മറിച്ച് ഹാർട്ട് മസിൽ തിക്നെസ് കൂടുതലായിരിക്കും. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ഉള്ള ആൾക്കാരും ഹാർട്ട് റിതം ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാം. അപ്പം നമ്മുടെ ഒരു ഹൈ ലെവൽ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ പോകുന്ന ആൾക്കാർ ഒരു ബേസിക് ആയിട്ട് ECGയും എക്കോയും ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഈ ഇഷ്യൂസ് ഒക്കെ അത്യാവശ്യം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി നമുക്ക് എക്കോയൊക്കെ ഒന്ന് അറിയാൻ പറ്റും. വലിയ കാര്യമായ ബ്ലോക്ക് ഉണ്ടോ, അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടോ നമുക്ക് TMT ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ചാനലോപ്പതീസ്, നമ്മുടെ ഈ ഹാർട്ടിനുള്ള ചാനലോപ്പതീസ് ആണ് പെട്ടെന്ന് റിതം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി മരണത്തിലേക്ക് നയിക്കുന്നത്. അതിന് ബേസിക് ECG എടുക്കുമ്പോൾ പോലും നമുക്ക് മിക്ക ചാനലോപ്പതി അറിയാൻ പറ്റും. ഇന്ത്യയിൽ സഡൻ കാർഡിയക് ഡെത്ത് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാർ, ഹൈ ലെവൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് ECGയും എക്കോയും TMT ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രഥമ ശുശ്രൂഷയാണ് CPR. ഇതുപോലെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ CPR നൽകേണ്ടത് എങ്ങനെയാണ് എന്നൊരു പൊതുധാരണ നമുക്കുണ്ടായിരിക്കണം. ഡോക്ടർ, അത് എങ്ങനെയാണ് നൽകേണ്ടത്? ഇപ്പം മുന്നിൽ കുഴഞ്ഞു വീഴുന്ന എല്ലാവർക്കും CPR നൽകേണ്ട സാഹചര്യം ഉണ്ടാവും. എങ്ങനെയാണ് നമ്മളത് തിരിച്ചറിയുക? ഒരാൾ കുഴഞ്ഞു വീണ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് അസസ് ചെയ്യേണ്ടത് അയാളുടെ പൾസ് ഉണ്ടോ, ബ്രത്ത് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ CPR സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബേസിക്കലി നമ്മുടെ സ്കൂളുകളിലും കോളേജിലൊക്കെ ഒരു ബേസിക് പ്രോഗ്രാം ആക്കണം. കാരണം ഒത്തിരി ആൾക്കാരാണ് ഒരു ടൈംലി CPRന്റെ അഭാവം കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത്. മിക്കപ്പോഴും ആൾക്കാർ കുഴഞ്ഞു വീഴും, അവർ അവിടെ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ CPR കൊടുക്കും, റിവൈവ് ചെയ്യും, വെന്റിലേറ്ററിലേക്ക് മാറ്റും. അത് കഴിയുമ്പോൾ അവർക്ക് അപ്പോഴത്തേക്കും ആ സമയം കൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ LRC ചെയ്ത് കാണും. ആ സമയം കൊണ്ട് പെർമനന്റ്ലി ബ്രെയിൻ ഡാമേജ് ആയിട്ടുണ്ടാവും. ഒരു ടൈംലി CPR ഒരു പക്ഷേ കുഴഞ്ഞു വീഴുന്ന ആൾക്കാരെ സേവ് ചെയ്യാൻ സഹായിക്കും. I think CPR has to be made a part of the curriculum in the high schools and college. അതൊരു നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. That has to come from the government side. അത് അത്യാവശ്യമാണ്. നമ്മുടെ എല്ലാവരും തന്നെ, സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ CPR ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ CPR മാത്രം പോരാ,
ചിലപ്പോൾ നമുക്ക് ഈ ബസ്സിലൊക്കെ ഉണ്ടാവും, മിക്ക ജംഗ്ഷൻസിലും റെയിൽവേ സ്റ്റേഷൻസിലും ബസ് സ്റ്റേഷൻസിലൊക്കെ ഇത് സംതിങ് കോൾഡ് AED. അതൊരു ഡിഫിബ്രിലേറ്റർ ആണ്, അത് ഓട്ടോമാറ്റിക് ഡിഫിബ്രിലേറ്റർ ആണ്. ഈ കുഴഞ്ഞു വീഴുന്ന ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് കോമൺ കോസ് വി ടാക്കോ ആയിരിക്കും. അപ്പം ഈ AED ഉണ്ടെങ്കിൽ നമ്മൾ AED കണക്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഷോക്ക് കൊടുക്കുകയും വിഫി റിവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക പബ്ലിക് പ്ലേസസുകളിലും ജിമ്മുകളിൽ അത്യാവശ്യമാണ്. കാരണം ഇപ്പം കുറേ പേര് ജിമ്മിൽ പോയിട്ട് വ്യായാമം ചെയ്യുമ്പം കുഴഞ്ഞു വീണ് മരിക്കുന്നൊക്കെ നമ്മൾ വാർത്ത വായിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഹാസ് ബി മെയ്ഡ് മാൻഡേറ്ററി, ലൈക്ക് ഇൻ പബ്ലിക് പ്ലേസസ് ലൈക്ക് റെയിൽവേ സ്റ്റേഷൻസ്, ബസ് സ്റ്റേഷൻസ്, അല്ലെങ്കിൽ മോൾസ്, ജിം ഒക്കെ അവിടേക്ക് AED വെക്കുക. അവിടേക്ക് അറ്റ്ലീസ്റ്റ് ബേസിക് CPR ട്രെയിനിങ്, നമ്മൾ BLS എന്ന് പറയും. BLS കഴിഞ്ഞ ആൾക്കാരെ ഡിപ്ലോയ് ചെയ്യുക. BLS കഴിഞ്ഞ ആൾക്കാരെ പ്രത്യേകം എംപ്ലോയ് ചെയ്യണമെന്നില്ല. എംപ്ലോയീസ് ക്യാൻ ബി ഗിവൺ BLS ട്രെയിനിങ്. ഇപ്പം മോളിലുള്ള അല്ല റെയിൽവേ സ്റ്റേഷനുള്ള അങ്ങനെയുള്ള പബ്ലിക് പ്ലേസിലുള്ള ആൾക്കാരെ BLS ട്രെയിനിങ് അവർക്ക് മാൻഡേറ്ററി ആക്കുകയും AED ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ കുറേ പേർക്ക് കുഴഞ്ഞു വീഴുന്ന ആൾക്കാരെ നമുക്ക് അവിടെ റെസ്ക്യൂ ചെയ്യാനും സാധിക്കും. കാരണം ബിക്കോസ് ഹോസ്പിറ്റൽ എത്തിയിട്ട് CPR കൊടുത്ത് നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി, പക്ഷെ അപ്പോഴത്തേക്കും ബ്രെയിൻ ഡെത്ത് ആയി കാണും. പിന്നെ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആവും. സോ ദിസ് ഹാസ് ടു കം ഫ്രം ഐ തിങ്ക് ദി ഗവൺമെന്റ് സൈഡ്. വ്യക്തമാണ്. ഡോക്ടർ മുസ്ന, ഇപ്പോൾ വ്യായാമമൊക്കെ നമ്മൾ നേരത്തെ തന്നെ കൃത്യമായി ചെയ്യുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുന്നത് തടയുമോ? എത്തരത്തിലാണ് വ്യായാമം ഒരു പ്രതിരോധം സൃഷ്ടിക്കുക? വ്യായാമത്തിന് ഇത് രണ്ടും ചെയ്യാൻ സാധിക്കും. പഠനങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ശരിയായ വ്യായാമം, ശരിയായ ഭക്ഷണക്രമം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏർലി ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നതും തടയാൻ സാധിക്കും. പതിവായിട്ട് വ്യായാമം ചെയ്യുന്നത് പ്രീ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഡയബറ്റീസ് വരുന്നതിനുള്ള സാധ്യത ഒരു 50% കുറയ്ക്കും. പിന്നെ എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ റെഗുലർ ആയിട്ട് കൃത്യമായിട്ട് വ്യായാമം ഒന്നും ചെയ്യാത്ത ആളുകളെക്കാളും മരണനിരക്ക് ഒരു 20 മുതൽ 25% വരെ കുറവാണ്. പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടുള്ള മരണം റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക് കുറവാണ്. അതായത് മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ്. വ്യക്തമാണ്. ഡോക്ടർ രഞ്ജുകുമാർ, നമ്മൾ പ്രോഗ്രാം ഏതാണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും പ്രധാനം എന്താണ്? റെഗുലർ എക്സസൈസ്, നല്ല ഹാർട്ട് ഹെൽത്തി ഡയറ്റ്, അതോടൊപ്പം സന്തോഷമായി ഇരിക്കാൻ ശ്രമിക്കുക, ഇമോഷണൽ സ്ട്രെസ്സുകൾ ഒഴിവാക്കുക, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗം പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കും. ഡോക്ടർ ജോബി, എന്താണ് നൽകാവുന്ന നിർദ്ദേശങ്ങൾ? രഞ്ജു പറഞ്ഞത് തന്നെയാണ്. അപ്പം നമ്മൾ കൃത്യമായി വ്യായാമം ചെയ്യണം. രഞ്ജു ആൻഡ് മുസ്ന നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച ഓൾമോസ്റ്റ് 150 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക. അല്ല, ഫുഡ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പെട്ടെന്ന് ആഗിരണം ചെയ്യാത്ത ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക കൂടുതലായിട്ട്. അതുപോലെ ലീൻ മീറ്റ്, ചിക്കനും ഫിഷും കഴിക്കാം നമുക്ക്. അതുപോലെ ഡെയറി പ്രൊഡക്റ്റ്, തൈര് ഉപയോഗിക്കാം. റെഡ് മീറ്റ് നമ്മൾ കുറയ്ക്കണം. അതുപോലെ ആഡഡ് ഷുഗേഴ്സും ഷുഗറി ഡ്രിങ്ക്സും കോളയും ജ്യൂസും അവോയ്ഡ് ചെയ്യണം. പിന്നെ എപ്പോഴും ആസ് വെജിറ്റോൾ ഹാപ്പി ആയിട്ടിരിക്കുക, കൃത്യമായി ഉറങ്ങുക. ഒരേ ഇരിപ്പ് ഇരുന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലിക്കിടയിൽ ഇൻ ബിറ്റ്വീൻ ഒരു 5 to 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക, ഒന്ന് നടന്നു വരിക. അങ്ങനെയൊക്കെ നോക്കുന്നതായിരിക്കും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ടോട്ടൽ ആരോഗ്യത്തിനും നല്ലത്. വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, കിഡ് സ്മോക്കിംഗ്. ഇപ്പം നമുക്കറിയാം ഒത്തിരി യങ്സ്റ്റേഴ്സ് സ്മോക്ക് ചെയ്യുന്നുണ്ട്. നമ്മളപ്പം 21 years ഉള്ള ആൾക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, വേണ്ടി വന്നിട്ടുണ്ട്. മിക്കപ്പോഴും അവരുടെ റിസ്ക് ഫാക്ടർ മിക്കപ്പോഴും സ്മോക്കിംഗ് ആണ്. അപ്പോൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഡോക്ടർ മുസ്ന, എന്താണ് പറയാനുള്ളത്? ഹൃദയാരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ശരിയായ ജീവിതശൈലിയാണ്. പ്രത്യേകിച്ചും ആരോഗ്യകരമായ ഭക്ഷണക്രമം ഫോളോ ചെയ്യണം. വ്യായാമം കൃത്യമായ രീതിയിൽ ചെയ്യണം. പിന്നെ സ്മോക്കിംഗ് മുതലായ ഹാബിറ്റ്സ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഒരു 30 മിനിറ്റ് ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് ക്യാൻ ആഡ് ഇയേഴ്സ് ടു യുവർ ലൈഫ്. ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് അറിഞ്ഞിരിക്കേണ്ട കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഡോക്ടേഴ്സ് നമുക്ക് പകർന്നു നൽകിയത്. 3 ഡോക്ടർമാർക്കും വളരെയധികം നന്ദി.